ഹലോ ഫ്രണ്ട്സ്, വെയ്റ്റ് വെൽനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗനോഡർമ എന്ന അത്ഭുത കൂണിനെ കുറിച്ചാണ്. ഫുഡ് സപ്ലിമെന്റായി വളരെ പ്രചാരത്തിലുള്ള ഒരു കൂണാണ് ഗനോഡർമ. ഗനോഡർമ ലൂസിഡം അഥവാ ലിങ്ഷി എന്ന ചൈനീസ് പേര്, റൈഷി എന്ന ജാപ്പനീസ് പേര്. ഇതൊരു ഔഷധ കൂണാണ്. ധാരാളം ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട്. ആരോഗ്യവും ദീർഘായുസ്സും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ചൈനയിൽ 2000 വർഷത്തിലേറെയായി ഇത് പ്രചാരത്തിലുണ്ടായിരുന്നു. ആത്മീയ ശക്തിയുടെ സസ്യമെന്നും അമർത്യതയുടെ മഷ്റൂം എന്നും ഇതിനെ വിളിക്കുന്നു. ചൈനീസ് ഫാർമക്കോപീഡിയ എന്ന ബുക്കിൽ ഈ കൂണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് മനസ്സിനെ ലഘൂകരിക്കാനും ചുമ, ആസ്മ എന്നിവ ഒഴിവാക്കാനും തലകറക്കം, ഉറക്കമില്ലായ്മ, ഹൃദയമിടിപ്പ്, ശ്വാസം മുട്ടൽ എന്നിവയ്ക്കും ശുപാർശ ചെയ്തിരുന്നു എന്നതാണ്. ഗനോഡർമയിൽ ഭാരം അനുസരിച്ച് 90% വെള്ളവും ശേഷിക്കുന്ന 10% മുതൽ 40% പ്രോട്ടീൻ, 2 മുതൽ 8% കൊഴുപ്പ്, 3 മുതൽ 28% കാർബോഹൈഡ്രേറ്റ്, 3 മുതൽ 32% ഫൈബർ, ധാരാളം വൈറ്റമിനുകൾ, ധാതുക്കളായ പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ജെർമേനിയം, സെലിനിയം, ഇരുമ്പ്, സിങ്ക്, ചെമ്പ് തുടങ്ങിയ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു. സെലിനിയം 78 മൈക്രോഗ്രാം സെലിനിയം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് ജെർമേനിയം എന്ന മൂലകമാണ്. ഇതിന്റെ ആന്റി ട്യൂമർ, അതായത് ക്യാൻസർ പ്രതിരോധം, രോഗപ്രതിരോധം, ആന്റി ഓക്സിഡന്റ് എന്നിവയ്ക്ക് ഒരു പ്രധാന കാരണം ജെർമേനിയം എന്ന മൂലകമാണെന്ന് പറയപ്പെടുന്നു. ഗനോഡർമ ലൂസിഡത്തിന്റെ 10 ആരോഗ്യ ഗുണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മറ്റനേകം ഗുണങ്ങൾ ഇതിനുണ്ടെങ്കിലും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഗനോഡർമ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു. ഗനോഡർമ ലൂസിഡം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസർ കോശങ്ങളുടെ വ്യാപനത്തിനെതിരെ പോരാടുകയും ചെയ്യുന്നു. അതുവഴി ക്യാൻസർ മെറ്റാസ്റ്റാസിസിനെ തടയുന്നുവെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഗനോഡർമ ഗ്രീൻ ടീ കോമ്പിനേഷൻ എടുക്കുന്നത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ കുറയ്ക്കുന്നതായി സ്തനാർബുദ കോശങ്ങളിൽ നടത്തിയ പഠനം സൂചിപ്പിക്കുന്നു. വൻകുടൽ അർബുദത്തിലും ഗനോഡർമയുടെ ഉപയോഗം ഗുണം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗനോഡർമയുടെ ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ നൽകുന്നത് TNF ആൽഫ ആൻഡ് നാച്ചുറൽ കില്ലർ സെൽ എന്നീ 2 പ്രോട്ടീനുകളാണ്. നാച്ചുറൽ കില്ലർ സെൽ 50% വർദ്ധിച്ചതായി ഗനോഡർമയുടെ ഉപയോഗത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. രോഗപ്രതിരോധ കോശങ്ങളായ നാച്ചുറൽ കില്ലർ സെൽ ക്യാൻസർ കോശങ്ങളുടെ ആദ്യകാല കോശങ്ങളെ നശിപ്പിക്കുകയും അതുവഴി ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ട്യൂമർ നെക്രോസിസ് ആൽഫ അഥവാ TNF ആൽഫ എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ക്യാൻസർ കോശങ്ങളുടെ രൂപീകരണം തടയുകയും ചെയ്യുന്നു. ഗനോഡർമ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഗനോഡർമ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് T-B ലിംഫോസൈറ്റുകൾ, സ്പ്ലെനിക് മോണോന്യൂക്ലിയർ സെല്ലുകൾ, NK സെല്ലുകൾ, ഡെൻഡ്രൈറ്റിക് സെല്ലുകൾ എന്നിവ വഴിയും ആന്റി ഓക്സിഡന്റിന്റെ അളവ് വർദ്ധിപ്പിച്ചുമാണ്. ഇത് പലവിധ അണുബാധകളിൽ നിന്നും വൈറൽ ഇൻഫെക്ഷനുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നു. കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്നിവ മൂലം ഉണ്ടാകുന്ന കുറഞ്ഞ രോഗപ്രതിരോധ ശേഷിയും അതുമൂലമുള്ള ക്ഷീണവും മറ്റു പാർശ്വഫലങ്ങളും ഗനോഡർമ ഉപയോഗത്തിലൂടെ കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യമുള്ളവരിലും ക്യാൻസർ രോഗികളിലും നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അത്ഭുതകരമായ രോഗപ്രതിരോധ ശേഷിയാണ്. ഗനോഡർമ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. ഗുഡ് കൊളസ്ട്രോൾ ആയ HDLന്റെ അളവ് കൂട്ടുകയും ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. രക്തയോട്ടം കൂട്ടുകയും ഹൃദയത്തിന്റെ പേശികളിലെ ഓക്സിജൻ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഗനോഡർമ കരളിലെ കൊളസ്ട്രോൾ രൂപപ്പെടുന്നതിൽ നിന്നും തടയുന്നു. ചൈനയിൽ നെഞ്ചുവേദന അഥവാ ആൻജൈന രോഗികൾക്ക് കാലങ്ങളായി ഇത് മരുന്നായി നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ. എൻസൈക്ലോപീഡിയ ഓഫ് നാച്ചുറൽ മെഡിസിൻ പറയുന്നത് ഗനോഡർമയിൽ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിലെ എല്ലാ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾക്കും ഈ കഴിവുണ്ട്. എന്നിരുന്നാലും ഗനോഡർമ ലൂസിഡം പെപ്റ്റൈഡ് അഥവാ GLP ആണ് എടുത്തു പറയേണ്ട ആന്റി ഓക്സിഡന്റ്. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതുകൊണ്ട് ഗനോഡർമ ധാരാളം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നു. ഗനോഡർമ കരളിനെ സംരക്ഷിക്കുന്നു. കരളിനെ ബാധിക്കുന്ന വൈറൽ ഇൻഫെക്ഷനുകളായ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ ഗനോഡർമ ഉപയോഗിക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി രോഗികളിൽ ലിവർ എൻസൈംസ് ആയ AST, ALT ആൻഡ് ബിലിറുബിൻ എന്നിവ ഉയർന്ന ലെവലിലുള്ളവരിൽ 3 മാസത്തേക്ക് ഗനോഡർമ നൽകിയപ്പോൾ 1 മാസത്തിന് ശേഷം എൻസൈം ലെവൽ കുറയുകയും 3 മാസത്തിനുള്ളിൽ എൻസൈം ലെവൽ നോർമൽ പരിധിക്കുള്ളിൽ വരികയും ചെയ്തു. കൂടാതെ കരളിനുണ്ടായേക്കാവുന്ന വിഷബാധയിൽ നിന്നും ഒരു സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഗനോഡർമയ്ക്ക് ആന്റി ബാക്ടീരിയൽ ശക്തികളുണ്ട്.
ബാസിലസ് സീരിയസ് എന്ന ഭക്ഷ്യ വിഷബാധയുണ്ടാക്കുന്ന ബാക്ടീരിയ, ആസ്പെർജില്ലസ് നൈജർ ഫ്രൂട്ട്സിലൊക്കെ കറുത്ത പൂപ്പൽ ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണ്. കാൻഡിഡ ആൽബിക്കൻസ് കാൻഡിഡ എന്ന ത്വക്ക് രോഗമുണ്ടാക്കുന്നു. ഈക്കോളൈ മറ്റൊരു ബാക്ടീരിയ ആണ്. ഇവയ്ക്കെല്ലാമെതിരെ ആന്റി ബാക്ടീരിയൽ ശക്തികൾ ഉള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. ഗാനോഡെർമയുടെ ആന്റി ബാക്ടീരിയൽ ശക്തി സെഫസോളിൻ എന്ന ആന്റിബയോട്ടിക്കിന് ഇക്വലന്റ് ആയിട്ടാണ് പറയുന്നത്. ഗാനോഡെർമയ്ക്ക് ആന്റി വൈറൽ ശക്തികളുമുണ്ട്. ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് എന്നിവയ്ക്കെതിരെ ആന്റിവൈറൽ ശക്തികൾ ഉള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. എയ്ഡ്സ് വൈറസ് HIV പ്രോട്ടിയേസ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഗാനോഡെർമ ക്ഷീണവും വിഷാദവും കുറയ്ക്കുന്നു. ഋഷി കഴിക്കുന്നതിലൂടെ വിഷാദവും ക്ഷീണവും കുറയുകയും അതുവഴി ജീവിത നിലവാരം അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉയരുകയും ചെയ്യുന്നു. സ്തനാർബുദം അതിജീവിച്ചവരിൽ നടത്തിയ 4 ആഴ്ചത്തെ പഠനത്തിൽ ഋഷി കഴിച്ചപ്പോൾ ക്ഷീണവും ഉത്കണ്ഠയും കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗാനോഡെർമ വൃക്കകൾ, മൂത്രനാളി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നിവയെ സംരക്ഷിക്കുന്നു. മൂത്രത്തിലെ പ്രോട്ടീന്റെ അളവ് കുറയുന്നത് വഴി വൃക്കകളെ സംരക്ഷിക്കുകയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വൃക്കത്തെ കുറയ്ക്കുന്നത് വഴി മൂത്ര തടസ്സമുള്ളവർക്ക് മൂത്രത്തിന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്താനും ഗാനോഡെർമ ഫലപ്രദമാണ്. അടുത്തതായി ഗാനോഡെർമയുടെ സ്കിൻ ആൻഡ് ഹെയർ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാനോഡെർമയ്ക്ക് മുടി കൊഴിച്ചിൽ തടയാനും കഷണ്ടി തടയാനും കഴിവുണ്ട്. ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഓക്സിഡന്റ് എഫക്റ്റുകളാണ് ഇതിന് കാരണം. കൂടാതെ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും ഗാനോഡെർമയ്ക്ക് കഴിയുന്നു. ഗാനോഡെർമയുടെ ആരോഗ്യ ഗുണങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഇതുകൂടാതെ ഗാനോഡെർമയ്ക്ക് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും പ്രമേഹം മൂലമുള്ള വൃക്കരോഗത്തിൽ നിന്ന് സംരക്ഷണം നൽകാനും ഒക്കെ കഴിയുന്നുണ്ട്. ഗാനോഡെർമ സപ്ലിമെന്റായി കഴിക്കുമ്പോൾ അത് സപ്ലിമെന്റിന്റെ രൂപത്തെ അനുസരിച്ചിട്ടാണ് ഡോസ് നിർണ്ണയിക്കുന്നത്. പൊടിച്ച രൂപത്തിലാണെങ്കിലും ക്യാപ്സ്യൂൾ രൂപത്തിലാണെങ്കിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് ഗാനോഡെർമയുടെ ലേബൽ അനുസരിച്ചിട്ട് ഡോസ് നിർണ്ണയിക്കുക. ഗാനോഡെർമയുടെ പാർശ്വഫലങ്ങളും സുരക്ഷയും. ഗാനോഡെർമ പൊടി രൂപത്തിൽ കഴിച്ചവരിൽ കരളിൽ വിഷാംശമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. വായ, തൊണ്ട, മൂക്ക് എന്നിവയുടെ വരൾച്ച അല്ലെങ്കിൽ ഡ്രൈനസ്. പ്രഗ്നന്റ് ലേഡീസും മുലയൂട്ടുന്നവരും ഗാനോഡെർമ ഒഴിവാക്കേണ്ടതാണ്. ബ്ലീഡിംഗ് ഡിസോർഡറും ശസ്ത്രക്രിയയ്ക്ക് വെയിറ്റ് ചെയ്യുന്നവരും ഗാനോഡെർമ ഒഴിവാക്കണം. കാരണം ഇത് ബ്ലീഡിംഗ് ടെൻഡൻസി കൂട്ടുന്നു. കുറഞ്ഞ രക്തസമ്മർദ്ദവും ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നവരും ഗാനോഡെർമ ഒഴിവാക്കണം. രക്തം കട്ടപിടിക്കുന്നത് മന്ദഗതിയിലാക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവരും ഗാനോഡെർമ ഒഴിവാക്കണം. വയറ്റിലെ അസ്വസ്ഥത, മൂക്കിലെ രക്തസ്രാവം എന്നിവയും മറ്റ് സൈഡ് എഫക്റ്റുകളായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാനോഡെർമ എന്ന അത്ഭുത കൂണിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.